നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ സത്യമാവാനും സാധ്യതകളുണ്ട്. കാരണം ഇന്ത്യ മുന്നണിക്ക് വളരെ വലിയൊരു വിജയമായിരിക്കും ഹരിയാനയിലും. അതോടൊപ്പം തന്നെ PDP എതിർപക്ഷത്ത് നിന്നാണ് മത്സരിക്കുന്നത് എങ്കിൽ തന്നെയും നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസ് സഖ്യത്തിൻ്റെ കൂടത്തിൽ തന്നെ ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ വരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് അവിടെ കാണുന്നത്. കാരണം ദേശീയ തലത്തിൽ PDPയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതായത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട്, ചേലക്കര നിയമസഭാ സീറ്റുകളും അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ സീറ്റിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഇരിക്കുന്നത്. ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിൽ CPM-നകത്ത് തന്നെ വളരെ വലിയ പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു അഗ്നിപർവ്വതം നേറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലത്തെ വാർത്തകൾ പുറത്തു വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ MV ജയരാജനും അതോടൊപ്പം തന്നെ K ചന്ദ്രൻപിള്ളയും ഒക്കെ പിണറായി വിജയന് എതിരെ സംസാരിച്ചു തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്നിപ്പോൾ PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയല്ല അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം DMK-യോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള ഒരു രീതിയിൽ ഒരു ജനകീയ കൂട്ടായ്മ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ DMK എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ചെന്നൈയിലെത്തുകയും സ്റ്റാലിനെ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേതുപതി ബാലാജി എന്ന് പറയുന്ന മന്ത്രിയെ കാണുകയും അദ്ദേഹത്തിൽ അതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ DMK എന്നുള്ള പേരിൽ തന്നെ അത് പ്രഖ്യാപിക്കുന്നത്. ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഉണ്ടാകും എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഈ ADGP മാറുമോ, CPM-നകത്തിന് എന്ത് സംഭവിക്കും, PV അൻവർ ഉണ്ടാക്കുന്ന പുതിയ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്നത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതിന് പാർട്ടി ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. സ്വതന്ത്ര MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന് പുതിയ പാർട്ടി ഉണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിലമ്പൂരിൽ രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിക്കുമോ, ഈ സാംസ്കാരിക സംഘടനയുടെ DMK-യുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് എത്രത്തോളം വിജയകരമാകും എന്ന് കണ്ടിട്ടായിരിക്കുമോ ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുക? എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത്? അല്ല, കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ ആദ്യം കാണേണ്ടത്. കാരണം കേരളത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് പിണറായി വിജയൻ്റെ ശൈലിക്കെതിരെ, അല്ലെങ്കിൽ CPM-ന്റെ മൊത്തത്തിൽ ഉള്ള ഈ ശൈലിക്കെതിരെ വലിയ പോരാട്ടവും അതുപോലെ തന്നെ ഉൾപാർട്ടിയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിതിൽ കാണേണ്ട ഒരു വിഷയം, PV അൻവർ കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തിവിടുന്നുണ്ടെങ്കിൽ പോലും PV അൻവറിന് എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് തർക്കമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ പോലും ഓൾ കേരള അടിസ്ഥാനത്തിൽ എത്രത്തോളം PV അൻവറിൻ്റെ സംഘടനയ്ക്ക് സ്വീകാര്യത ലഭിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളിൽ കാണുന്നുണ്ട്. കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, CPM-ൽ പ്രത്യേകിച്ചിട്ടും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം PV അൻവർ തന്നെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം തമ്മിൽ ഒരു നെക്സസ് നിലനിൽക്കുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. അപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ പിണറായി വിജയൻ തുടങ്ങി എല്ലാ നേതാക്കന്മാരും ഒരു ഏകോദര സഹോദരന്മാരെ പോലെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഉൾപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നേറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ PV അൻവറിന് പറ്റുമോ എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത്. പിന്നെ PV അൻവർ ശരിക്കും DMK നേതാക്കന്മാരെ കാണാൻ പോയത് NOC മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ള സംഘടനയാണ് അദ്ദേഹം രൂപീകരിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DMK ആണ്. സ്വാഭാവികമായിട്ടും അത് രജിസ്ട്രേഷനൊക്കെ പോകുന്ന സമയത്ത് DMK ഇലക്ഷൻ കമ്മീഷനടുത്ത് അങ്ങനെ ഒരു പാർട്ടിക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം ഒറ്റ നോട്ടത്തിൽ ഇത് DMK-യുടെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുകയും അതിർത്തി ഗ്രാമങ്ങളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉയർത്തിയിരിക്കുന്ന കേരളത്തിലെ ഏതാണ്ട് 12ഓളം നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങളിൽ അതിർത്തി പങ്കിടുന്നുണ്ട് തമിഴ്നാടുമായിട്ട്. ഈ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ, കർഷകർക്ക് വലിയ വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കൊക്കെ സാധ്യത തുറക്കുക എന്നുള്ളതാണ് ഈ DMK-യുടെ നേതാക്കന്മാരുമായിട്ടുള്ള സഹകരണത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം. രണ്ട്,
DMK എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും രാജ്യത്ത് ഒരു വലിയ സംഘടനയാണ്. കാരണം 39+1 40 സീറ്റുള്ള ഒരു വലിയ പിന്നെ ഒരു കൂട്ടായ്മയാണ് ഇപ്പം തമിഴ്നാട്ടിലെ DMK. അതിൽ CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഇത്രയും സീറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-നേക്കാൾ ഏറ്റവും വലിയ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ സംഘടന DMK ആണ്. അപ്പോൾ DMKക്ക് കൈ കൊടുക്കുന്നത് എന്തുകൊണ്ടും ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ അത് അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം കേരളത്തിലെ CPM-ന് 20 കോടിയോളം രൂപ കടം കൊടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് DMK. അപ്പോൾ DMK സാമ്പത്തികമായും അതുപോലെ തന്നെ ജനകീയ പിൻബലം കൊണ്ടും ഒരു രാജ്യത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ്. ഇന്ത്യ മുന്നണിയിൽ വളരെ നിർണായകമായ ശക്തിയുള്ള ഒരു സംഘടനയാണ് DMK. അതുകൊണ്ട് തന്നെ DMK ആയിട്ട് ഒരു അലയൻസ് എന്തുകൊണ്ടും സമീപകാല ഭാവിയിൽ ഇദ്ദേഹത്തിന് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടാനുള്ള എല്ലാ മണ്ണും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. കൃത്യമായും എല്ലാം ഉഴുത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആർക്ക്. പക്ഷേ ഇത് ഈ അൻവറിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് വെച്ചില്ല. കോൺഗ്രസിന് ഈ 3 മണ്ഡലങ്ങളിലും താൽക്കാലിക വിജയം ഉണ്ടാവും, താൽക്കാലികമായ വിജയം ഉണ്ടാവും. ഇപ്പം ചേലക്കരയാണ് CPM-ന്റെ ഒരു പിന്നെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത്. പാലക്കാട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കോൺഗ്രസിന് ജയിച്ചു വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വയനാട് പിന്നെ ചിന്തിക്കുക, വയനാട് ഓൾറെഡി വലിയ ഭൂരിപക്ഷത്തിൽ, കാരണം രാഹുൽ ഗാന്ധി ഒഴിയുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കും, പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഇനി ഇവിടെ സ്ഥാനാർത്ഥിയെ വരുന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ അവിടെ ഇനി മറ്റൊരു വലിയ അതിനേക്കാളും വലിയൊരു സ്ഥാനാർത്ഥിയെ CPIക്കോ അല്ലെങ്കിൽ മറ്റ് BJPക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ രീതിയിൽ വിജയം. പക്ഷേ PV അൻവറിന്റെ പുതിയൊരു രാഷ്ട്രീയ സഖ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുക മുസ്ലിം ലീഗിനാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് PV അൻവറിനെതിരെ രംഗത്ത് വരികയും എന്നാൽ PV അൻവറിനെ അകറ്റി നിർത്തുന്നത് തങ്ങൾക്കുണ്ടാക്കുന്ന കനത്ത നഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം. ഇന്നലെ PMA സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് PV അൻവർ നയം പ്രഖ്യാപിക്കട്ടെ, നയം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ UDF-ൽ എടുക്കണമോ എന്ന് ആലോചിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്കുള്ള ഒരു മാറ്റം. അത് സൂചിപ്പിക്കുന്നത് ഈ PV അൻവറിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഡാമേജ് ഉണ്ടാക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിപ്പോൾ ഈ യുവാക്കളെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പം അദ്ദേഹം കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള യുവാക്കളെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. മലബാറിലെ നമുക്ക് പറയാം, മലബാറിലെ ഏരിയയിലെ യുവാക്കളെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എല്ലാ ഈ പത്രസമ്മേളനങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുഴിമന്തി കഴിച്ച് മൊബൈലിൽ പാട്ടും കേട്ട് ഇങ്ങനെ അലസമായി ജീവിക്കുന്ന യുവാക്കൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദം ഉയർത്തുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ വളരെ വ്യക്തമാണ്. അതായത് മുസ്ലിം ലീഗിന്റെ അവിടെ വളരെ വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സാറേ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 8 വർഷക്കാലം അദ്ദേഹം MLA ആയിട്ടിരുന്നപ്പോൾ ഈ കുഴിമന്തി കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്ന, സിനിമ കണ്ടുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് PV അൻവർ എന്ന MLA എന്ത് ചെയ്തു? അല്ലെങ്കിൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭരണകക്ഷിയിൽപ്പെട്ട MLA ആയിരുന്നു അദ്ദേഹം. ഈ ഭരണകക്ഷിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ സാധിച്ചു? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഉയർന്നു വരും. അതിനൊക്കെ അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് തീർച്ചയായും. അദ്ദേഹം ഈ കഴിഞ്ഞ 8 വർഷക്കാലം MLA ആയി ഇരുന്നെന്ന് പറഞ്ഞാൽ CPM-ന്റെ വാലായി തന്നെയാണെന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം CPM-ന്റെ ഇതിന്റെ കാവൽക്കാരനായി നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ നയത്തെയും P ശശിയെ പോലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നടത്തുന്ന കിരാതമായ ഭരണത്തെയും അനുകൂലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിട്ടുപോകുന്നത്. ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഈ പാർട്ടിയെ തള്ളിപ്പറയില്ല, CPM എന്നുള്ള പ്രസ്ഥാനം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരിക്കൽ പോലും CPM നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശിയും MR അജിത് കുമാറിനെ പോലുള്ള പോലീസ് ഓഫീസർമാരും, അദ്ദേഹം പിന്നെ സുജിദാസ്, ശശിധരൻ തുടങ്ങിയ നിരവധി പോലീസ് ഓഫീസർമാരെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്ന മാഫിയ വൽക്കരണത്തിനെതിരെ, മാഫിയ ഭരണത്തിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നത്. അല്ല, ഇതിന്റെ പത്രസമ്മേളനം ആരംഭിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് പിതൃതുല്യനാണ് എന്നാണ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇദ്ദേഹം ഒരു ശത്രുപക്ഷത്തേക്ക് പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ കേരള സമൂഹത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഒരു ദിശാബോധം നൽകുകയോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതോ വെറും ഒരു ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച സ്വതന്ത്ര MLA ആണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനായിട്ട് സാധിക്കത്തില്ല, സാങ്കേതികമായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന്റെ
അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മകനെ രംഗത്തിറക്കിയിട്ടുണ്ട്. മകനാണ് DMK നേതാക്കളുമായിട്ട് കഴിഞ്ഞ ഒരു ദിവസം മുൻപ് പോയി വെള്ളിയാഴ്ച പോയി സെന്തിൽ ബാലാജിയുമായിട്ട് സംസാരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ നീക്കുകയും. പക്ഷെ സെന്തിൽ ബാലാജി ആരാണ് എന്നുള്ള കാര്യം കൂടേണ്ടവർ പരസ്പരം കൂടിച്ചേർന്ന് മാധ്യമങ്ങൾ പറയാത്തതെന്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങൾ ഇപ്പൊ ഇന്നത്തെ പൊതുയോഗം കൂടി കഴിയുന്നതോടുകൂടി മാത്രമേ ഇന്ന് നയപ്രഖ്യാപനമാണ്, അതായത് പുള്ളിന്റെ ഈ കേരള അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ DMKയുടെ നയപരിപാടികൾ എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഒരു ലക്ഷ്യമിടുന്നത്, എപ്പോഴാണ് ഇത് രാഷ്ട്രീയ പാർട്ടിയായി മാറുക, അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ്റെ ആ ഘട്ടം വരെ ഇദ്ദേഹം ഇത് ഒരു മൂവ്മെന്റ് ആക്കി കൊണ്ടുപോവുകയും അസംബ്ലി ഇലക്ഷനോടുകൂടി അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സാധ്യത. എനിക്ക് തോന്നുന്നൊരു സാധ്യത വെച്ചാൽ അദ്ദേഹത്തിന്റെ മകനെ മുൻപ് നിർത്തി. അത് സാറ് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറുപ്പക്കാരുടെ വേണ്ടിയിട്ടൊരു പാർട്ടി എന്നൊരു ലക്ഷ്യമാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യുകയും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് യുവജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുമോ? ഇപ്പൊ മകൻ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നലെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മകൻ വളരെ സ്മാർട്ട് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പൊ നമുക്ക് ഉദ്ധവ് താക്കറയുടെ മകൻ രാഷ്ട്രീയത്തിൽ സജീവമാണ്, MK സ്റ്റാലിന്റെ മകൻ രാഷ്ട്രീയത്തിൽ സജീവമാണ്, ഇവരൊക്കെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിനിടയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ PV അൻവറിന്റെ മകൻ ആണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇപ്പൊ PV അൻവർ തന്നെ MLA സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ നമ്മൾ കാണണം. പക്ഷെ അത് ചിലപ്പോൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഈ മലബാർ പ്രദേശത്ത് മാത്രം ഒതുങ്ങുകയും അദ്ദേഹത്തിന് ഒരു ഓൾ കേരള ലെവലിൽ ഒരു സ്വീകാര്യത കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് CPM-ൽ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. CPM-ൽ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും ഒന്നും മിണ്ടാൻ ധൈര്യം കാണിച്ചിരുന്നില്ല, അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരു തരം രാജഭക്തി തന്നെ കാണിച്ചിരുന്ന CPM-ന്റെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോലീസ് നയം വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ അവസാനമായി നോക്കൂ, നമ്മൾ ഡൽഹിയിൽ പോയി ഇദ്ദേഹം ഒരു PR ഏജൻസിയുടെ സഹായത്തോടുകൂടി ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തും അതൊക്കെ അദ്ദേഹം അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പലപ്പോഴും ഒരു ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നൽകാതെ അത് പൊട്ടിച്ചിരിച്ചതൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വിയോജിപ്പും പ്രശ്നങ്ങളുണ്ട്. കാരണം ദുർബലനായ ഒരു പിണറായി വിജയനെ പാർട്ടി പ്രവർത്തകർ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നൂറ്റാണ്ട് കാലമായി CPM എന്ന പാർട്ടിയെ സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ട് പല രീതിയിൽ പ്രതിസന്ധിയുടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഭീകരമായ തിരിച്ചടിയോടുകൂടി പിണറായി വിജയൻ ഉണ്ടായിരുന്ന വലിയ സ്വീകാര്യതയ്ക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടിയിരുന്നു നമ്മളിൽ കാണുന്നത്. വലിയൊരു ഫിലോസഫി ഉണ്ട് സാറേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റം മറയ്ക്കാനായിട്ട് ഒരു പക്ഷെ 100 കുറ്റം പിന്നെയും ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ അത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PR വിവാദം എന്ന് പറയുന്നത് ഒരു പക്ഷേ, കാരണം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ PR വർക്കില്ലാത്ത ഒരു നേതാക്കന്മാർ പോലും ഇല്ല. എന്തിനേറെ പറയുന്ന ഒരു പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് മെമ്പർക്ക് PR ടീമുണ്ട്, മുനിസിപ്പൽ കൗൺസിലർക്ക് PR ടീമുണ്ട്, കോർപ്പറേഷൻ കൗൺസിലർക്ക് PR ടീമുണ്ട്, MLA-മാർക്ക് PR ടീമുണ്ട്. PR ടീമില്ലാണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനും കേരളത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അല്ല സിബി, അത് ഇദ്ദേഹം അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ. ഞങ്ങൾ കഴിഞ്ഞ 2 ടേമിലായിട്ട് ഇലക്ഷനെ നേരിട്ടതും ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയതും നമ്മൾ ഇലക്ഷനെ നേരിടാൻ വേണ്ടി LDF വരും, എല്ലാം ശരിയാവും എന്നൊക്കെ തുടങ്ങിയ പലതരത്തിലുള്ള ക്യാപ്ഷൻ ഉണ്ടാക്കി ജനങ്ങളുടെ അടുത്തേക്ക് പോയതും വോട്ടർമാർക്കിടയിലേക്ക് പോയതും ഒക്കെ ഇത്തരത്തിലുള്ള ഏജൻസി ത്രൂ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഒരു PR ഏജൻസിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് പറയാൻ, മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു PR ഏജൻസി ആവശ്യമില്ല എന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം നമ്മൾ വേണം എന്ന് പറയുകയും ഉള്ളിലൂടെ ഇതെല്ലാം നേടുകയും ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഈ പറയുന്നത്. സാർ, ഈ PR ഏജൻസി പബ്ലിക് റിലേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഹോർഡിങ് വെക്കാനായിട്ട് തൊഴിലാളികളുടെ ആവശ്യമില്ല. ഈ പാർട്ടിക്കകത്ത് തൊഴിലാളികളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഉള്ളൂ. കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇലക്ഷൻ സമയത്ത്
സമയത്താണെങ്കിലും അതല്ലാത്ത സമയത്താണെങ്കിലും ഹോർഡിങ്ങുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനമായിരിക്കും. ചിലപ്പോൾ അതൊരു PR ഏജൻസി തന്നെ, ഒരു PR മൊത്തത്തിൽ ആ പാർട്ടിയുടെ PR ഏറ്റെടുത്തിരിക്കുന്ന ആ സ്ഥാപനം തന്നെയായിരിക്കും അവരുടെ സബ് കോൺട്രാക്ട് മറ്റു പല ആളുകൾക്കും കൊടുക്കുകയും അവരാണത് ഘടിപ്പിക്കുക ഈ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കത്തെ ആ രാഷ്ട്രീയം മലയാളികളോട് തുറന്നു പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? അവിടെയാണ് വിഷയം, അവിടെയാണ് ഈ സംശയം എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറെ ഒന്നും ആകുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം. കാര്യങ്ങൾ കുറച്ചും കൂടി തുറന്നു പറയാനും ട്രാൻസ്പെറന്റ് ആവാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മുഖ്യമന്ത്രി എല്ലാ കാലത്തും എനിക്ക് അതിനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്ന് പറയുകയും എന്നാൽ കൃത്യമായി ബന്ധം സൂക്ഷിക്കുകയും ഒരു ഉപജാപ സംഘം എപ്പോഴും മുഖ്യമന്ത്രിക്ക് പുറകിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഞങ്ങൾ തൊഴിലാളി പാർട്ടിയാണെന്നും ഞങ്ങൾ സാധാരണക്കാരുടെ പാർട്ടിയാണെന്നും ഭാരം ചുമക്കുന്നതിൻ്റെയും മറ്റു ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒക്കെ പാർട്ടിയാണിത് പറയുകയും ചെയ്യുമ്പോഴും ഇവർ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ജനങ്ങളോടത്ത് പറയുന്നതിന് വളരെ വിരുദ്ധമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. കൃത്യമായി കാര്യങ്ങൾ പറയുകയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വിഷയം ഉണ്ടാവില്ല. ഇപ്പം തന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളുണ്ട്. പി ശശിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും പാർട്ടി അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അവിടെ പ്രശ്നം തീരും. പക്ഷെ അതിന് പകരം പി ശശിക്ക് ചുറ്റും വലയം തീർത്തുകൊണ്ട് പി ശശി ഭയങ്കര സംഭവമാണ്, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇതേ പി ശശിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുകയും പാർട്ടിയിൽ തന്നെ ഈ പി ശശിയുടെ മാതൃകാ പ്രവർത്തനത്തെ കുറിച്ച് ഈ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ MP പറഞ്ഞിരിക്കുന്ന കണ്ണൂരിലെ 2 വീടുകളിൽ കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചയാളാണ് ഈ പി ശശി എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാനായിട്ട് ഈ പി ശശിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. ഇതാണോ കേരളത്തിന് മുമ്പിലുള്ള മാതൃകാപരമായ പെരുമാറ്റം നടത്തിയ ഒരു വ്യക്തിയാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് പി ശശി എന്നൊക്കെ പറയുമ്പോൾ, ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കില്ലേ സാറേ? അല്ല, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പൂരം കലക്കയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ പൂരം കലക്കയുമായി ബന്ധപ്പെട്ട് CPI വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും CPI DGP MR അജിത് കുമാറിന്റെ തൽസ്ഥാനത്ത് മാറ്റണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടും അതൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മണിക്കൂർ തയ്യാറെടുപ്പ്. ഇന്ന് വളരെ വലിയ യോഗം നടക്കുന്നു, പോലീസ് ഉന്നതന്മാർ ചെന്നു, രാവിലെ പി ശശിയും മറ്റ് KK രാഗേഷും ഒക്കെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ചേർന്ന് വലിയ യോഗമൊക്കെ നടക്കുന്ന എന്താ തീരുമാനം നമുക്കിപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വ്യക്തമല്ല. പക്ഷെ എന്നാൽ പോലും MR അജിത് കുമാറിനെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് ജസ്റ്റ് നിങ്ങൾ മാറി നിൽക്കും, അവധിയിൽ പോകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവധിയിൽ പ്രവേശിപ്പിക്കുകയും ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവുമെന്ന് പ്രഖ്യാപിച്ചെന്ന് ഇത്രയും വഷളാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ഒരു നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം പിടിവാശി ഉണ്ടാകുകയും ഞാൻ പറഞ്ഞതാണ് ശരി, എന്റെ തീരുമാനമാണ് ശരി, അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതി ശരിയല്ലല്ലോ, അത് ജനാധിപത്യപരമല്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ചേലക്കരയിലായാലും ശരി, പാലക്കാടായാലും ശരി, പിന്നെ ഈ വയനാട്ടിലെ ഇലക്ഷൻ ആയാലും ശരി, ഇന്ന് ഇപ്പം LDF കൺവീനർ പറഞ്ഞ എന്താണ്, ഞങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷേ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാക്കാതെ, രാഷ്ട്രീയപരമായ വ്യക്തത ഉണ്ടാക്കാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആളുകൾക്ക് സാധാ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇത് മുഖ്യമന്ത്രിയോട് ആരും ചോദ്യം ചോദിക്കില്ല, പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം ചോദിക്കില്ല, താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വോട്ടുകൾ ഭിന്നിക്കപ്പെടും. ഇത് BJPക്കാണോ ഗുണം ചെയ്യുക, കോൺഗ്രസിനാണോ ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പാലക്കാട് യഥാർത്ഥ നിർണായകമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ UDFന് അത്ര ഈസിയായി ജയിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ അവിടെ വന്ന് മത്സരിക്കുകയും CPM എന്ന് വലിയ രീതിയിൽ വോട്ടുകൾ BJPയിലേക്ക് ചോരുകയും ചെയ്താൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി ആകെ കുഴഞ്ഞു മറിയും, വലിയ പ്രതിസന്ധിയിലേക്ക് പോവും. ഇത്തരം വിഷയങ്ങളെ ഐഡന്റിഫൈ ചെയ്യാതെ ഒരിക്കലും ഇരു മുന്നണികൾക്കും UDFനും LDFനും ഒന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ PV അൻവർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ അത് പരിഹരിക്കാനും അല്ലെങ്കിൽ എന്താണ് റിയൽ സംഭവിച്ചതെന്ന് കൃത്യമായി ജനങ്ങളോട് പറയാനും ഈ പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറാവണമായിരുന്നു. ഇനി ഇലക്ഷൻ വരുന്നുണ്ടെന്നൊരു ബോധം വേണമായിരുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ള ഈ PV അൻവറിന്റെ പുതിയ സംഘടന, ഈ സംഘടനയ്ക്ക് അടുത്ത ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും വയനാട്ടിലും സ്ഥാനാർത്ഥികളുണ്ട്. വയനാട്ടിലൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് 100% ഉറപ്പുള്ള വിഷയമാണ്. പക്ഷേ പാലക്കാടും ചേലക്കരയും ഒരുപക്ഷെ ഇവരുടെ, അതായത് ഈ PV അൻവറിന്റെ
സംഘടന മത്സര രംഗത്തേക്ക് വന്നാൽ അവിടെ BJPക്കാണ് നേട്ടമുണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം. കാരണം 100% ഉറപ്പിക്കാം. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ CPM വോട്ടുകൾ കോൺഗ്രസിന് വരാത്ത പക്ഷം തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. കാരണം PV അൻവർ സ്വാധീനിക്കാൻ പോകുന്ന വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് മുന്നണിക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ നേരത്തെ ജാതി സമവാക്യങ്ങളൊന്നും അല്ല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട, അതായത് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ എല്ലാവരും കൂടി BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാലക്കാടും ചേലക്കരയിലും BJPക്ക് 2 MLAമാർ അവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ പന്ന്യൻ സഖാവ് ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ADGPയെ സസ്പെൻഡ് ചെയ്യാനൊന്നും CPI ആവശ്യം മാറ്റി നിർത്തണമെന്ന് മാത്രമാണ് ആവശ്യം. CPI അയഞ്ഞു തുടങ്ങി എന്നുള്ള ലക്ഷണമാണ് അയഞ്ഞു തുടങ്ങി. അതായത് ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ADGPയെ ക്രമസമാധാന ചുമതല സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് മനോജ് എബ്രഹാം ആയിരുന്നു ക്രമസമാധാനത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ADGPമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിജിലൻസിലേക്ക് അവിടെ ഇവിടെയൊക്കെ മാറ്റുന്നതാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു. ഇത്രയും കേരള രാഷ്ട്രീയത്തെ മലിനസമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. CPMന് ഇത്രയും ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായി. ഇതൊക്കെയാലും ഒരു കാര്യം പറയാം, ഇന്നത്തെ PV അൻവർ രാഷ്ട്രീയ പാർട്ടിയുടെ പുതിയ സംഘടനയുടെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്ത് എന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.